ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2006 ഒരു ത്രില്ലർ സ്ലാഷർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ കോൾഡ് പ്രേ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണ കേൾക്കുന്നത് പോലെ ശബ്ദത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. വേറെ ഒന്നല്ല, ചെറിയൊരു പനി അടിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു മൂവി നിങ്ങളെ ഒട്ടും നിരാശപ്പെടുത്തതില്ല. ആദ്യം മുതൽ അവസാനം വരെയും നമ്മൾ ത്രില്ലോടെ കൊണ്ടുവന്നിട്ട് ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാവും. ആദ്യം മുതൽ തന്നെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും അത് നിങ്ങൾക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ കഴിയുമെന്ന്. പക്ഷേ ഈ ഒരു ട്വിസ്റ്റ് നിങ്ങൾക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ അധികം പറയാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ ഒരു മൂവിയുടെ തുടക്കത്തിൽ ഒരു മഞ്ഞു മലയിലെ ഒരു ചെറിയ പയ്യൻ ആരെയോ കണ്ട് പേടിച്ചിങ്ങനെ ഓടുകയാണ്. അതുമല്ല, അവന്റെ കണ്ണിലാണെങ്കിൽ ഒരു ബെർത്ത് മാർക്കായിട്ടുള്ള ഒരു അടയാളം കാണുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പയ്യനായാലും പേടിച്ച് അവസാനം ഒരു കുഴിയിലേക്ക് വന്ന് വീഴുമ്പോഴത്തേക്കും ആരോ ഒരാള് അവന്റെ ദേഹത്തേക്ക് ഈ മഞ്ഞെല്ലാം തട്ടിയിടുന്നുണ്ട്. അവനാണെങ്കിലും വേണ്ട തന്നെ പറയുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും കേൾക്കാതെ അവന്റെ ദേഹത്തേക്ക് മഞ്ഞെല്ലാം തട്ടിയിട്ട് പിന്നീട് കാണിക്കുമ്പോൾ ഈ ഒരു പയ്യനെ മഞ്ഞ് മലയിൽ വെച്ച് കാണാതായെന്നുള്ള ന്യൂസാണ് കാണുന്നത്. അവന്റെ ശരീരം പോലും ആരും കണ്ടുപിടിച്ചിട്ടില്ല. അവന്റെ അച്ഛനും അമ്മയും ചാനലുകാരോട് പറയുന്നുണ്ട് അവൻ സാധാരണ പോലെ തന്നെ കളിക്കാനായിട്ട് ഇറങ്ങിയതാണ്, പിന്നീട് അവൻ ഒരിക്കലും തിരിച്ചു വന്നില്ല എന്നുള്ള കാര്യം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓരോ വർഷവും ഈ ഒരു സ്നോബോർഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു മലയിലേക്ക് പോകുന്ന കുടുംബങ്ങൾ അതേപോലെ തന്നെ ഒരുപാട് പേരെയും ആ ഒരു മലയിൽ വെച്ച് കാണാതായിട്ടുണ്ട്. അവരുടെ ശരീരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ പേരെയും കാണാതാവുകയാണ് ചെയ്യുന്നത്. അത് ഫാമിലി ആയിട്ട് പോകുന്നവരും ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നവരും ഇവരാരും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള ന്യൂസും ഒരുപാട് കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പ്രസന്റിൽ കാണിക്കുമ്പോൾ ഒരു 5 സുഹൃത്തുക്കള്, അതിൽ മോർട്ടൺ എന്ന് പറഞ്ഞ ഒരുത്തൻ സിംഗിളാണ്. അതേപോലെ തന്നെ ബാക്കി 4 പേര് മൈക്കിൾ, ഇഗുൻ, ഇവര് രണ്ടുപേരും പ്രണയിക്കുന്നവരാണ്. അതേപോലെ തന്നെ ജെന്നി, എറിക്ക്, ഇങ്ങനെ ഈ ഒരു 5 പേരും ആ ഒരു മഞ്ഞുമലയിലേക്ക് തന്നെ ഈ ഒരു സ്നോ ബോർഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ആ ഒരു മലയിലേക്ക് പോകുന്നത്. അങ്ങനെ എല്ലാവരും അവരുടെ യാത്ര നല്ല ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോയിട്ട് അവസാനം ആ ഒരു മഞ്ഞുമലയിലേക്ക് വന്ന് ഈ ഒരു സ്നോ ബോർഡും കൊണ്ട് നേരെ മുകളിലേക്ക് പോവാണ്. അതും എത്രയും വലിയ മലയാണെന്ന് നോക്കണം. അത്രയും വലിയ മലയുടെ മുകളിലേക്ക് ഇവർ 5 പേരും വരിയായിട്ട് തന്നെ നടന്നു പോകുന്നു. അതിൽ നമ്മുടെ സിംഗിൾ ആണെങ്കിൽ ഒറ്റയ്ക്ക് മുന്നിൽ നടന്നു പോകുന്നു. ബാക്കി 4 പേരും പതിയെ തന്നെ മുകളിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ 5 പേരും കൂടി ഒരു വിധത്തിൽ ആ ഒരു മലയുടെ മുകളിലേക്ക് ചെന്നിട്ട് ചുറ്റിനും നോക്കുമ്പോഴത്തേക്കും അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അങ്ങനെ കുറച്ചു നേരം അവിടുത്തെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കുറച്ച് കഴിഞ്ഞ് തന്നെ എല്ലാവരും സ്കീയിങ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ആദ്യത്തെ കുറച്ച് നിമിഷം ഇവരുടെ ആ ഒരു സ്കില്ലുകൾ മൊത്തവും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വേറെ ലെവലിലാണ് 5 പേരും സ്കീയിങ് ചെയ്ത് താഴേക്ക് പോകുന്നത്. അത് അത്രയും വലിയൊരു മല ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും താഴേക്ക് വരാനായിട്ട്. പക്ഷെ ഇങ്ങനെ നല്ലതുപോലെ പോയി കഴിഞ്ഞാൽ സിനിമയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ? ഇല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു കഥ മുന്നോട്ട് പോകും? അതുകൊണ്ട് തന്നെ ഇപ്പോൾ മോർട്ടൺ എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ, അവന്റെ നിയന്ത്രണം വിട്ട് പെട്ടെന്ന് അവൻ തെറിച്ച് താഴേക്ക് ഒന്ന് വീഴുമ്പോഴത്തേക്കും അവന്റെ കാലിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. വേദന കാരണം അവൻ അവിടെ കിടക്കുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും പുറകെ തന്നെ വരികയാണ്. അങ്ങനെ എല്ലാവരും അവിടേക്ക് വന്നിട്ട് അതില് ജെനി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് ആ ഒരു പാൻറ്റെല്ലാം പിടിച്ച് മാറ്റി നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ കാല് പൊട്ടിയിട്ടുണ്ട്. അത് എല്ല് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ രക്തം അധികമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ അത് തടയാൻ വേണ്ടി ഒരു തുണിയെടുത്ത് നല്ലതുപോലെ വലിച്ചകം കെട്ടുന്നതും മോർട്ടൺ ഒരു നിമിഷത്തേക്ക് സ്വർഗം കാണും. അത് കഴിഞ്ഞിട്ട് ജെനിയാണെങ്കിൽ പറയുന്നുണ്ട് ഇവനെ കൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് താഴേക്ക് പോവാം, താഴെ ഏതെങ്കിലും ഗ്രാമം ഉണ്ടെങ്കിൽ അവിടേക്ക് ചെല്ലാന്ന് പറയുമ്പോൾ മോർട്ടൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ എനിക്ക് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് ചെയ്യൂ, അത് കഴിഞ്ഞിട്ട് താഴെ കൊണ്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഈ ചുറ്റിനും നോക്കുന്നിടത്ത് എവിടെയാണ് ഒരു സ്ഥലം. ഇപ്പോൾ മോശം കാലാവസ്ഥയും കൂടിയാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കൂടാതെ ഇവിടെ നിന്ന് ആരെങ്കിലും വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ സിഗ്നലും കിട്ടുന്നില്ല ഇത്രയും ഉയരമായതുകൊണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നറിയാതെ എല്ലാവരും നിൽക്കുന്ന സമയത്താണ് ഇവർ ചുറ്റിനും നോക്കുമ്പോൾ മൈക്കിൾ കുറച്ച് ദൂരെയായിട്ട് ഒരു വീട് കാണുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നേ അവിടെ കുറച്ച് ബിൽഡിങ്ങുകൾ ഉണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഓക്കെ, എന്തായാലും നമുക്ക് അവിടേക്ക് പോവാന്നും പറഞ്ഞ് നമ്മുടെ മോർട്ടനെ ഇവർക്ക് എടുത്തോണ്ട് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ വലിച്ചെടുത്തോണ്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഇവർ 5 പേരും കൂടി ചേർന്ന് ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അത് പഴയൊരു ഹോട്ടലാണ്. കാരണം ഈ ഒരു മഞ്ഞുമലയിലേക്ക് വരുന്ന ആളുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോട്ടല്. കുറച്ച് അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇവർ പ്രതീക്ഷിച്ചതിലും അത്രയും വലുതാണത്. അങ്ങനെ എറിക്കായാലും നേരെ ആ ഒരു ബിൽഡിങ്ങിന്റെ മുന്നിലേക്ക് ചെന്ന് അതിന്റെ ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അത് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ തന്നെ ഇവർക്ക് മനസ്സിലായി ഈ ഒരു ബിൽഡിങ് ആൾ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥലമാണെന്ന്. അതുകൊണ്ട് എറിക്ക് അതിന്റെ ജനാല തകർത്ത് അതുവഴി നേരെ ഉള്ളിലേക്ക് ചാടിയിട്ട് പിന്നീട് നേരെ മുൻവശത്തേക്ക് വന്ന ആ ഒരു ഡോർ അങ്ങ് തുറന്ന് ഇവരെല്ലാവരും ഇപ്പൊ അകത്തേക്ക് പോവാണ്. അങ്ങനെ എല്ലാവരും അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇതൊരു ഹോട്ടലാണെന്ന്. അതുമല്ല ഒരുപാട് റൂമുകളുടെ കീയും അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഹോട്ടലിൽ പൂട്ടിയിട്ട് വർഷങ്ങളായെന്നുള്ള കാര്യം അവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുമല്ലാതെ ഈ ഒരു ബിൽഡിങ്ങിൽ പവറും ഇല്ല. ഓക്കെ, എന്തായാലും ഇവന്റെ കാലിലെ ആ ഒരു മുറിവ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജെന്നി ബാക്കിയുള്ള എല്ലാവരോടും പറയും നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ അതെല്ലാം എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ ഓരോരുത്തരായിട്ട് പലയിടങ്ങളിൽ ചെന്നിട്ട് കുറച്ച് മദ്യം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഗ്ലൂ കിട്ടുന്നുണ്ട്. ഇഗുൻ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ കയ്യിലാണെങ്കിൽ പെയിൻ കില്ലറും ഉണ്ട്. ഓക്കെ, അതെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഇവരിപ്പോ എന്താ ചെയ്യുന്നത് വെച്ചാല് ആദ്യം തന്നെ നമ്മുടെ മോർട്ടനെ ആ ഒരു പെയിൻ കില്ലർ കൊടുക്കും. അപ്പൊ അവൻ കുടിക്കുന്നത് മദ്യം ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ അതും കുടിച്ച് അവൻ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ ജെന്നി ഉണ്ടല്ലോ, അവൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു മുറിവിന്റെ അടുത്തേക്ക് ഈ ഒരു ഗ്ലൂ ഉപയോഗിച്ച് അവന്റെ ആ ഒരു സ്കിൻ ഉണ്ടല്ലോ കീറിയിരിക്കുന്ന അത് രണ്ടും അങ്ങ് ഒട്ടിക്കും. കാരണം ഇതല്ലാതെ ഇപ്പൊ ഇവർക്ക് ഇവിടെ വെച്ചിട്ട് വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഫസ്റ്റ് എയ്ഡ് ആണ് പ്രധാനം. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെയർ ഉണ്ട്.
അതിന്റെ കാലെല്ലാം ചവിട്ടി ഓടിച്ച് ആ ഒരു കമ്പുകളുണ്ടല്ലോ അത് ഇവന്റെ കാലിൽ വെച്ച് ഇങ്ങനെ കെട്ടും. അങ്ങനെ ഒരു വിധത്തില് അവന്റെ കാലിൽ വെച്ച് കെട്ടിയിട്ട് അടുത്ത ദിവസം നമുക്ക് ഇവിടെ നിന്ന് പോവാം, ഇപ്പോ ഫസ്റ്റ് എയ്ഡ് ചെയ്തല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്നും പറഞ്ഞ് അന്നത്തെ രാത്രി അവരിവിടെ കഴിയാൻ തുടങ്ങാണ്. അങ്ങനെ രാത്രിയാകുമ്പോഴത്തേക്കാണ് മൈക്കിൾ, ഹിഗോൻ, എറിക്ക് ഇവര് മൂന്നുപേരും ഈ ഒരു ബിൽഡിംഗ് മുഴുവനായിട്ട് ചുറ്റി കാണാൻ വേണ്ടി ആ ഒരു ഹോട്ടലിലെ ഓരോ മുറികളായിട്ട് ഇങ്ങനെ നടന്നു നോക്കാണ്. ഇവിടെ മോർട്ടന്റെ അടുത്താണെങ്കിൽ ജെനി മാത്രമേ ഉള്ളൂ. അതേസമയം ഇവര് മൂന്നുപേരാണെങ്കിലോ ആ ഒരു കോറിഡോർ ഉണ്ടല്ലോ അതുവഴി അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും ഒരുപാട് മുറികളുണ്ട് ഇവിടെ. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഒരു എമർജൻസി ആക്സ് അവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാ ഹോട്ടലുകളും കാണും, പക്ഷെ ആ ഒരു ആക്സ് ഇപ്പൊ അവിടെ കാണാനില്ല, അതാരും എടുത്തതുപോലെ. ആ ഒരു കാര്യം ഇവര് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്തിട്ട് ഇവരങ്ങനെ വീണ്ടും താഴേക്ക് പോകുമ്പോഴത്തേക്കും അതില് മൈക്കിളും ഹിഗൂൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണുണ്ടല്ലോ ഇവര് രണ്ടുപേരും പുതുതായിട്ടാണ് തോന്നുന്നു സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റേതായിട്ടുള്ള കുസൃതികളെല്ലാം ഇവർ കാണിക്കുന്നുണ്ട്. ഇതെത്ര നേരത്തേക്കാണെന്ന് മാത്രം നമുക്ക് അറിയത്തില്ല. അങ്ങനെ മൂന്നുപേരും നടന്ന് താഴേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ജനറേറ്റർ റൂം ഇവർ കാണുന്നത്. ഓക്കെ, എന്തായാലും അത് ഓണാക്കി നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എറിക്കായാലും അത് ഓണാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാണ്. അതേസമയം ഇവിടെ മുകളിലെ ജെനി ഉണ്ടല്ലോ അവള് മോർട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വെളിയിൽ നിന്നും അകത്തേക്ക് കാറ്റടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഡോർ തുറന്നിട്ടുണ്ട്. അപ്പൊ ജെനി ആയാലും പതിയെ എഴുന്നേറ്റ് ആ ഒരു ഡോറിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ആരോ തുറന്നു വെച്ചതുപോലെ. ഇനിയിപ്പോ ഇവരായിട്ട് തന്നെ മറന്നതാണോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു മഞ്ഞ് നീക്കി കളഞ്ഞ് ഡോർ അടച്ചിട്ട് തിരിച്ചു വന്ന് മോർട്ടനോട് ഈ ഒരു കാര്യം പറയും. അപ്പോഴേക്കാണ് താഴെ നമ്മുടെ എറിക്കുണ്ടല്ലോ അവൻ ഇപ്പോൾ ആ ഒരു ജനറേറ്റർ ഓൺ ചെയ്യുന്നതും എന്തായാലും ഭാഗ്യത്തിന് ആ ഒരു ജനറേറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു മൊത്ത ഹോട്ടലിലേക്കും പവർ എന്തായാലും ഇപ്പൊ കിട്ടുന്നുണ്ട്. അതുമല്ലാതെ അവിടെയുള്ള മ്യൂസിക് സിസ്റ്റം അതും പ്ലേ ആവുന്നുണ്ട്. അങ്ങനെ എറിക്ക് നേരെ തിരിച്ചു വരുന്നതും മൈക്കിളും മിഗുൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണുണ്ടല്ലോ ഇവര് രണ്ടുപേരും കുറച്ച് തമാശ കാണിക്കാന്ന് പറഞ്ഞ് ഈ ഒരു ബിൽഡിംഗ് മുഴുവനായിട്ട് വീണ്ടും ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ ഒരു റൂമിൽ നിന്നും കത്തിക്കരിഞ്ഞൊരു സ്മെല്ല്. എന്താണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു റൂം തുറന്നു നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു മുറിക്കകത്ത് ബെഡെല്ലാം ഇങ്ങനെ കത്തിപ്പിടിച്ചടപ്പുണ്ട്. അപ്പൊ ഇവിടെ എന്തോ തീപിടുത്ത് നടന്നുള്ള കാര്യം മനസ്സിലായി. അതുമല്ല അടുത്തുള്ള ആ ഒരു ജനാലയെ തകർന്നിരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തീപിടുത്തം നടന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി അവർ ആ ഒരു കോടാലി ഉപയോഗിച്ച് ഈ ഒരു ജനാല തകർത്ത് പുറത്തേക്ക് പോയി, അങ്ങനെയായിരിക്കാം എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ കണ്ടുപിടിക്കും, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് പോലെ. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവരെല്ലാവരും വീണ്ടും തിരിച്ച് ഈ ഹോട്ടൽ റൂമിന്റെ മെയിൻ ഭാഗത്തേക്ക് വന്നിട്ട് എല്ലാവരും മദ്യപിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. ഓരോ തമാശയെല്ലാം ഒപ്പിച്ചിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് ആ ഒരു മ്യൂസിക് എല്ലാം പ്ലേ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജെനി ഈ ഹോട്ടൽ റൂമിലെ രജിസ്റ്റർ ബുക്ക് ഉണ്ടല്ലോ അതെടുത്ത് ഇങ്ങനെ നോക്കുന്നത്. അതിലാണെങ്കിൽ ഒരുപാട് പേര് ഈ ഒരു ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ പേജുകളായിട്ട് മറിച്ച് അവസാനത്തെ ഒരു പേജ് എത്തുമ്പോഴത്തേക്കാണ് അതിൽ അവസാനമായിട്ട് വന്ന ഗസ്റ്റിന് വേണ്ടി എന്തോ ഒരു കാര്യം എഴുതി വെച്ചേക്കുന്നു. നിങ്ങളുടെ മകനെ എന്തായാലും കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കാര്യമാണ് രജിസ്റ്ററിൽ അവസാനമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതും 1975 അവസാനമായിട്ട് ഈ ഒരു രജിസ്റ്ററിൽ തന്നെ എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 1975 കഴിഞ്ഞ് പിന്നീട് ആരും ഈ ഒരു ഹോട്ടലിലേക്ക് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് ആരെയും ഒരാളെ കാണാതായിട്ടുണ്ട്. അതും കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 30 വർഷമായി. അങ്ങനെ ജെന്നി നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ബുക്കിൽ നിന്നും ഒരു ഫാമിലി ഫോട്ടോ ഇങ്ങനെ കാണുന്നു. അതെടുത്ത് അവിടെ നോക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ടല്ലോ കാണാതായിട്ടുള്ള ചെറിയ പയ്യനും അവന്റെ അച്ഛനും അമ്മയും അവരുടെ ഫോട്ടോയാണിത്. അപ്പൊ അവരുടെ മകനെ കാണാതായതിനു ശേഷമാണ് ഈ ഒരു ഹോട്ടലിൽ തന്നെ നിർത്തിവെച്ചത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഒരു പരസ്പരം സംസാരിച്ച് അത് കഴിഞ്ഞ് മൈക്കിളും മിഗോന എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണും കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കാന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഈ ഒരു ഹോട്ടലിൽ ഒരു മുറി കണ്ടുപിടിച്ചു. അവിടേക്ക് പോയി കുറച്ചു നേരം റൊമാൻറ്റിക് ആയിട്ടിരിക്കാം എന്നുള്ള രീതിയിൽ ഇവര് രണ്ടുപേരും ആ ഒരു മുറിയിലേക്ക് പോവാണ്. നമ്മുടെ ജെനിയും എറിക്കും അവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് കിടക്കുന്നത്. ഇതിൽ പാവം നമ്മുടെ സിംഗിൾ പയ്യൻ മോർട്ടൻ ഉണ്ടല്ലോ അവൻ മാത്രം ഒറ്റയ്ക്ക് ഇതെല്ലാം കണ്ടിങ്ങനെ കിടക്കുന്നു, പാവം. അതേസമയം ഇവിടെ മൈക്കിളും ഹിഗോനും ഇവർ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരുന്ന് കിസ്സെല്ലാം ചെയ്തിട്ട് അത് കുറച്ച് ഡീപ്പായിട്ട് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു പെണ്ണിന് അതിന് ഇൻട്രസ്റ്റ് അല്ല, ഞാനിപ്പോൾ അതിന് തയ്യാറല്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ട മൈക്കിളാണെങ്കിലോ ചെറിയ രീതിയിൽ വിഷമിച്ചു. പെട്ടെന്ന് അവൻ എഴുന്നേറ്റിട്ട് ഓക്കെ, അപ്പോൾ ഇത്രയും നാൾ നീ എന്നോട് ഇത്രയും അടുത്ത് ഇടപഴകിയത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും നിന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു, നിന്നെ പതിയെ ഞാൻ മനസ്സിലാക്കി വരുന്നില്ലേ ഉള്ളൂ എന്നെല്ലാം പറയുമ്പോൾ ഓ അപ്പോൾ നീ എന്നെ പറ്റിക്കുമായിരുന്നെല്ലാം പറഞ്ഞ് ഇവൻ ദേഷ്യപ്പെട്ട ആ ഒരു മുറിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ പോവാണ്. എന്നിട്ട് അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ അവിടെയുള്ള ആ ഒരു റൂമിലേക്ക് വന്നിട്ട് ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ അതും പ്ലേ ചെയ്ത് അവിടെ ഇരുന്ന് നല്ലതുപോലെ മദ്യപിക്കും. അപ്പൊ നല്ലതുപോലെ തന്നെ സൗണ്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് റൂമില് ഹിഗുനുണ്ടല്ലോ അവളായാലും അവനെ വെറുതെ വഴക്ക് പറയണ്ടായിരുന്നു. അവളായാലും ഡ്രസ്സെല്ലാം എടുത്ത് ഇടുന്ന സമയത്ത് ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം. ഇവള് വിചാരിക്കും പോയ മൈക്കിളാണ് തിരിച്ചു വന്നതെന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ വേറെ ആരെ കാണുന്നില്ല. ഓക്കെ, തനിക്ക് തോന്നിയതായിരിക്കും പറഞ്ഞിട്ട് ഒന്ന് കുളിക്കാന്ന് പറഞ്ഞ അവിടുത്തെ ഷവർ ഇങ്ങനെ ഓൺ ചെയ്യുമ്പോഴത്തേക്കാണ് അവളുടെ പുറകിലൂടെ ആരും ഓടിപ്പോകുന്നു. ഓക്കെ, എന്തോ ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവളെ തുണിയെല്ലാം എടുത്ത് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്ക് അവളുടെ മാല ഉണ്ടല്ലോ അത് താഴെ വന്ന് വീഴും. അതെടുക്കാനായിട്ട് ഇങ്ങനെ കുനിയുമ്പോഴത്തേക്കും പെട്ടെന്ന് പുറകിലൂടെ ഒരുത്തം വന്ന് ആ ഒരു കോടാലി എടുത്തിട്ട് അവളുടെ മുതുകിലേക്ക് ഒരു ഒറ്റ വെട്ടുകൊണ്ട് അവൾ താഴെ വീണ് തിരിഞ്ഞു നോക്കുമ്പോൾ മാല മാട് പോലെ ഒരുത്തൻ അവളെ വെട്ടാൻ വരുന്നു. അവളാണെങ്കിലും പെട്ടെന്ന് അവനെ ചവിട്ടിക്കളഞ്ഞ് അവിടെ നിന്നിങ്ങനെ ഓടുന്നുണ്ട്. അതുപോലെ വെട്ടുകൊണ്ടതുകൊണ്ട് തന്നെ നല്ല മുറിവുണ്ട്, രക്തമല്ല ഒരുപാട് പോയിട്ടുണ്ട്. ഇവളായാലും പേടിച്ച് അവിടെ നിന്ന് ഓടി
അവിടെയുള്ള മെയിൻ ഡോർ തുറക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അത് തുറക്കാൻ കഴിയുന്നില്ല. ഈ ഒരു സൈക്കോ ആണെങ്കിൽ പുറകെ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് അവൾ അടുത്തുള്ള ഒരു ബേസ്മെന്റ് ഉണ്ട്, അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതിന് താഴെയും ഒരുപാട് മുറികളുണ്ട് ഇതുപോലെ. അങ്ങനെ അവിടേക്ക് ചെന്നിട്ടും ഇവൾ അലറി വിളിച്ച് അങ്ങനെ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു സൈക്കോ അവിടേക്കും വന്നിട്ട് അവളെ അടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇവളുടെ ശബ്ദം ഉണ്ടല്ലോ അത് മുകളിലുള്ള ആർക്കും കേൾക്കാൻ കഴിയുന്നില്ല. കാരണം ഈ ഒരു മ്യൂസിക് നല്ലതുപോലെ തന്നെ പ്ലേ ആവുന്നുണ്ട്, നല്ല ഒച്ചത്തിലാണ് കേൾക്കുന്നത്. അങ്ങനെ അവളായാലും ആ ഒരു സൈക്കോയുടെ അടുത്ത് നിന്ന് വീണ്ടും ഓടിയിട്ട് അവളുടെ ബോയ് ഫ്രണ്ട് മൈക്കിളുണ്ടല്ലോ അവനുണ്ടായിരുന്ന ആ ഒരു റൂമിനടുത്തേക്ക് ആ ഒരു പടിക്കെട്ട് വരെ ഓടി വരുന്നതാണ്. പക്ഷേ അതിനു മുന്നേ ആ ഒരു സൈക്കോ അവളെ വലിച്ചെടുത്ത് താഴേക്ക് കൊണ്ടുപോയി കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മൈക്കിളിന്റെ അടുത്തേക്ക് ജെനി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് വന്നിട്ട് ഏയ് നീ എന്താ അവിടെ ഇല്ലാത്തെ, ഇവിടെ വന്ന എന്താന്ന് ചോദിക്കുമ്പോൾ അവിടെ നടന്ന ആ ഒരു കാര്യം അവളോട് ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കാണ് ജെനി പറയുന്നത് അവൾക്ക് നിന്നെ ഇഷ്ടം തന്നെയാണ്, പക്ഷേ നിന്നെ മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണം, അത്ര മാത്രമേ ഉള്ളൂ. നീ എന്തായാലും അവളോട് പോയി സംസാരിക്കാൻ പറയുമ്പോൾ അവൾ എന്നോട് നല്ല ദേഷ്യത്തിലായിരിക്കും, എന്തായാലും നാളെ പോയി സംസാരിക്കാം എന്നും പറഞ്ഞ് ഇവരെല്ലാവരും അവിടെ കിടന്ന് ഉറങ്ങും. അങ്ങനെ അടുത്ത ദിവസം ആവുന്നത് നമ്മുടെ മൈക്കിള് അവൻ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവളോട് ക്ഷമ പറഞ്ഞ് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാന്നും പറഞ്ഞിട്ട് അതും കൊണ്ട് നേരെ അവളുടെ റൂമിനടുത്തേക്ക് വന്ന് ആ ഡോറിൽ തട്ടി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവള് ഡോർ തുറക്കുന്നില്ല. വേറെ ഒന്നല്ല, അവള് മരിച്ചിട്ട് കുറെ ആയല്ലോ, ആ ഒരു കാര്യം അവൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ ദേഷ്യത്തിലായിരിക്കും എന്നും പറഞ്ഞ് ആ ഒരു ഫുഡും താഴെ വെച്ച് അവൻ അവിടെ നിന്ന് നടന്നങ്ങ് പോകുന്നു. ഇവിടെ നമ്മുടെ ജെനിയും എറിക്കും ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ എറിക്ക് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കാണ്. കാരണം സഹായത്തിന് വേണ്ടി ആരെങ്കിലും വിളിക്കണമല്ലോ, അതുകൊണ്ട് ഒരാളെങ്കിലും താഴേക്ക് പോയിട്ട് ആരെങ്കിലും വിളിച്ചോണ്ട് വരാൻ വേണ്ടി. എറിക്കാണെങ്കിലും ആ ഒരു സ്കീം ബോർഡ് ഉണ്ടല്ലോ അതെല്ലാം എടുത്തു വെച്ച് നല്ലതുപോലെ റെഡിയായി ഇവരോട് യാത്ര പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ ആരെങ്കിലും വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ഹോട്ടൽ വിട്ട് വെളിയിലേക്ക് പോവാണ്. അങ്ങനെ പതിയെ പതിയെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഈ മഞ്ഞിലായിട്ട് ഒരുപാട് രക്തം ഇങ്ങനെ കിടക്കുന്നു, ഈറ്റിറ്റ് വീണതുപോലെ. പക്ഷെ അത് ആരുടെയാണെന്ന് അറിയാൻ കഴിയുന്നില്ല. അവനായാലും ആ ഒരു കാൽപ്പാടുകൾ ഫോളോ ചെയ്ത് കുറച്ച് മുന്നിലേക്ക് ചെന്ന് നോക്കുമ്പോ ആഹാ ഇന്നലെ കൊന്ന ഇഗൂൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണുണ്ടല്ലോ അവളുടെ ശരീരം ഇതുപോലെ മഞ്ഞിൽ കിടക്കാണ്. ഇത് കണ്ട എറിക്കായാലും മോടി അവളുടെ അടുത്തേക്ക് ചെന്ന് അവളിങ്ങനെ എടുത്തിട്ട് എന്തു പറ്റിയെന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് അവന്റെ പുറകെ തന്നെ ആ ഒരു സൈക്കോ ഒളിച്ചിരിക്കുമായിരുന്നു. കാരണം ഇവനെ പിടിക്കാനുള്ള ഒരു കെണിയായിരുന്നു അത്. എന്നിട്ട് ആ ഒരു കോടാലി കൊണ്ടുവന്ന് അവന്റെ മുഖത്തേക്ക് ഒരു ഒറ്റയടി. എറിക്കിന്റെ കാര്യവും അവിടെ വെച്ച് കഴിഞ്ഞു. അതേസമയം ഈ ഒരു ഹോട്ടൽ മുറിയിലെ നമ്മുടെ ജെനിയും മൈക്കിളും അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു മുറിയിലെ ലൈറ്റുകളെല്ലാം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നു. എന്താണ് പ്രശ്നമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവര് രണ്ടുപേരും ആ ഒരു ജനറേറ്റർ റൂം ഉണ്ടല്ലോ അതിനകത്തേക്ക് ഇറങ്ങിപ്പോവും. ആ ഒരു സമയത്ത് ഇവിടെ നമ്മുടെ മോർട്ടൻ കുറെ കഴിഞ്ഞിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവന്റെ അടുത്തായിട്ട് ഒരു ഒറ്റ ആളെ പോലും കാണാനില്ല. ഇവരെല്ലാവരും എവിടെ പോയി എന്നും പറഞ്ഞിട്ട് അവൻ എല്ലാവരെയും വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ആരും പ്രതികരിക്കുന്നില്ല. അതുകൊണ്ട് അവരെവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഇവനായാലും പതിയെ ആ ഒരു വയ്യാത്ത കാലം കൊണ്ട് ഞൊണ്ടി ഈ ഒരു കിച്ചൺ ഭാഗമുണ്ട് അവിടേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ ആ ഒരു കിച്ചൺ മുഴുവൻ അവനിങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഇവിടെ താഴെ ഇവര് രണ്ടുപേരും നമ്മുടെ മൈക്കിളും ജെനി ഉണ്ടല്ലോ അവര് രണ്ടുപേരും ആ ഒരു റൂമിനടുത്ത് നിന്നിട്ട് നമ്മുടെ മൈക്കിളാണെങ്കിൽ ഇപ്പോ അറിയാതെ അവിടെ ആ ഒരു ടാർപ്പെല്ലാം ഇങ്ങനെ തട്ടി മാറ്റുമ്പോഴത്തേക്കാണ് ഒരു സീക്രട്ട് ആയിട്ടുള്ള മുറി ഇവർ കാണുന്നത്. അങ്ങനെ രണ്ടുപേരും ആ ഒരു മുറിയും തുറന്ന് അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ആയുധങ്ങളും അതേപോലെ തന്നെ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരു തൊപ്പി, ഷൂസ്, കണ്ണാടി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവർ വിചാരിക്കും ഇതെല്ലാം ഒരു ഹോട്ടൽ ഓണേഴ്സ് ഉണ്ടല്ലോ അവരുടേതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അകത്തേക്ക് ചെന്ന് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പരിശോധിക്കുകയാണ്. അങ്ങനെ കുറച്ചുകൂടി ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ആ ഒരു മുറിയിൽ ആ ഒരു താമസമുള്ളത് പോലെയാണ് ഇവർക്ക് കാണുമ്പോൾ തോന്നുന്നത്. കാരണം അതുപോലെ എല്ലാം മാറ്റി വെച്ചേക്കുന്നു. അതുപോലെ അവർ ആ ഒരു മേശയുടെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിങ്ങുകൾ കാണുന്നുണ്ട്. അതിലുള്ള പ്രധാന വാർത്ത എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു പയ്യനെ കാണാതായല്ലോ, അവനെ പറ്റിയുള്ള ന്യൂസാണ്. അതേപോലെ തന്നെ അവന്റെ ഫാമിലി ഫോട്ടോ, അത് കഴിഞ്ഞ് ഈ ഒരു സ്ഥലത്ത് ഒരുപാട് പേരെ കാണാതായല്ലോ, ആ ഒരു കാര്യങ്ങള്. അതേപോലെ തന്നെ മറ്റൊരു പേപ്പറിൽ ഈ ഒരു ഹോട്ടലിനെ പറ്റി ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് ഇത് ഈവൽ ഹോട്ടൽ എന്നാണ്. അപ്പൊ ഇതേ ഹോട്ടലിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നതെന്നുള്ള കാര്യവും ഇവർക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു തൊപ്പി, സൺഗ്ലാസ് ഇതെല്ലാം ഈ ഒരു ഓണർമാർക്ക് എങ്ങനെ കിട്ടും? ഒരിക്കലും ഇത് അവരുടേതായിരിക്കത്തില്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. അങ്ങനെ ഇവർ രണ്ടുപേരും തിരിച്ചു പോകാനായിട്ട് വരുമ്പോൾ അവിടെ ഒരു പെട്ടി വിടുന്ന് മറിഞ്ഞു വീണിട്ട് അതിനകത്ത് നിന്നും ഒരുപാട് പേരുടെ മോതിരം, അതേപോലെ തന്നെ കാറിന്റെ കീ ഇതെല്ലാം ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കാണ് അവർ ചിന്തിക്കുന്നത് ഇപ്പൊ പൂട്ടി പോയ ഒരു ഹോട്ടലിനകത്ത് ഇതുപോലെ കാറിന്റെ കീയും അതേപോലെ തന്നെ മോതിരം എല്ലാം എങ്ങനെ വരും? ഓക്കെ, എന്തായാലും ശരിയല്ലാത്തൊരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് രണ്ടുപേരും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ വെളിയിലേക്ക് വന്നിട്ട് നമ്മുടെ ജെനി ഉണ്ടല്ലോ ഇഗൂൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണിനോട് സംസാരിക്കാൻ വേണ്ടി അവളുടെ റൂമിനടുത്ത് നിന്നിട്ട് അവളോട് ക്ഷമയെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അവള് പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു ഡോർ വലിച്ചു തുറക്കുന്നത് ആ ഒരു റൂം മുഴുവനായിട്ടും രക്തം ഇങ്ങനെ കിടക്കാണ്. ഇത് കണ്ട് അവൾ പേടിച്ചിട്ട് ഇവിടെ മുകളിലെ മോർട്ടൻ ഉണ്ടല്ലോ അവനാണെങ്കിൽ ആ ഒരു കിച്ചണിൽ ചെന്ന് എന്തോ ഒരു ഫുഡ് ഐറ്റം അവൻ കണ്ടുപിടിച്ചു. അത് തുറക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണ്. പക്ഷെ അവനെ കൊണ്ട് അത് കഴിയുന്നില്ല. ആ ഒരു സമയം നമ്മുടെ മൈക്കിളാണെങ്കിൽ നേരെ മുകളിലേക്ക് വന്നിട്ട് മോർട്ടനെ നോക്കുമ്പോൾ മോർട്ടൻ അവിടെ കാണാനില്ല. അതേസമയം തന്നെ കിച്ചണിൽ എന്തോ വീഴുന്ന ഒരു ശബ്ദവും കേൾക്കുന്നു. ഇവൻ ഓടിച്ചെന്ന് ആ ഒരു കിച്ചൺ ഭാഗത്തേക്ക് നോക്കുമ്പോഴത്തേക്കും മോർട്ടൻ അത് തുറക്കാൻ ശ്രമിച്ച് താഴെ വന്ന് വീണതാണ്. അങ്ങനെ അവനെയും പൊക്കിയെടുത്തിട്ട് ഇവര് രണ്ടുപേരും കൂടെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജെനി ആയാലും പെട്ടെന്ന് മുകളിലേക്ക് ഓടി വന്ന് താഴെ ആ ഒരു റൂമിൽ നടന്ന കാര്യമുണ്ടല്ലോ അത് ഇവരോട് പറഞ്ഞ് നേരെ താഴേക്ക് കൊണ്ടുപോയി കാണിക്കുമ്പോഴത്തേക്കും അവിടെ മുഴുവനായിട്ട് രക്തം കിടക്കുന്നു. അതേപോലെ തന്നെ
ഇഗ്വൻ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയും അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ മൈക്കിൾ കണ്ടിട്ട് അവ കുറച്ചുകൂടി ടെൻഷൻ ആകുമ്പോഴത്തേക്കും ഓക്കെ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് വെളിയിൽ പോവാന്ന് പറഞ്ഞ് 3 പേരും വെളിയിലേക്ക് പോയിട്ട് വരുമ്പോ ഈ ഒരു മെയിൻ ഡോർ ഉണ്ടല്ലോ അതാരോ തുറക്കുന്നത് പോലെ പെട്ടെന്ന് ഈ ഒരു ശബ്ദം കേട്ട് അടുത്തുള്ളൊരു മുറി തുറന്നിട്ട് 3 പേരും അതിനകത്തേക്ക് കയറി നിന്ന് ഇപ്പൊ നമ്മുടെ ജെനി ആയാലും ഇവരോട് പറയുന്നുണ്ട് ഓക്കെ എറിക്ക് ഇവിടെ നിന്ന് പോയിട്ട് വരുന്നത് വരെ നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കാം, അവൻ ആരെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ട് വിളിച്ചോണ്ട് വരും. അതുപോലെ ഇവർ കണ്ടുപിടിച്ച കാര്യമാണെങ്കിലും മോർട്ടനോട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ മൈക്കിൾ പറയുന്നത് നീ പറയുന്നത് എന്തായാലും ശരിയായിട്ടുള്ള ഒരു ഐഡിയ അല്ല, ഒരു ഇഗ്വൻ അവൾ ഇപ്പോഴും മരിച്ചു കാണത്തില്ല, അവളെ രക്ഷിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ഇവരാരും അവനെ വെളിയിലേക്ക് വിടത്തില്ല. പക്ഷെ മൈക്കിളിനാണെങ്കിൽ സമയം പോകും തോറും അവന്റെ ഗേൾഫ്രണ്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആലോചിച്ച് അവൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഇവരോട് പറയും ഞാൻ എന്തായാലും അവളെ കണ്ടുപിടിക്കാൻ പോവാണ്, അവൾക്കൊരു കുഴപ്പവും സംഭവിച്ചു കാണത്തില്ല എന്നും പറഞ്ഞ് ഇവര് പറയുന്നതും കേൾക്കാതെ അവൻ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. എന്നിട്ട് പതിയെ നേരെ താഴേക്ക് പോകും. കാരണം അവൻ ഇപ്പോഴും വിചാരിക്കുന്നത് അവന്റെ ഗേൾഫ്രണ്ട് മരിച്ചിട്ടില്ല എന്നാണ്. ആ ഒരു വിശ്വാസത്തിൽ അവൻ നേരെ താഴേക്ക് ചെന്ന് അവിടെയുള്ള മൂർച്ചയുള്ള ഒരു കമ്പിയുണ്ട് അത് കണ്ടുപിടിച്ചിട്ട് അതും എടുത്ത് ഓരോ റൂമുകളായിട്ട് ഇങ്ങനെ തുറന്നു നോക്കാണ് അവൾ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുമല്ല ഓരോ റൂമിൽ ചെന്നിട്ടും അവനെ അവളെ കാണാത്തത് കൊണ്ട് തന്നെ ദേഷ്യം കാരണം അവിടെയുള്ള കാര്യങ്ങളെല്ലാം തട്ടിമറിച്ച് വെറുതെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് മരമണ്ടൻ. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്നൊരു ആക്സ് അവ ഒഴിഞ്ഞു മാറുന്നതും ആ ഒരു കഥയിലേക്കിട്ട് ഒരൊറ്റ വിട്ട് അത് വേറെ ആരുമല്ല ആ ഒരു സൈക്കോ കില്ലറാണ്. അങ്ങനെ മൈക്കിളായാലും ഒരു വിധത്തില് ആ ഒരു കോടാലി കൊണ്ട് വെട്ടുകിട്ടാതെ അവനെ തടഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ വെളിയിലേക്ക് ഇറങ്ങി വന്ന് ആ ഒരു ഡോറും തുറന്ന് വെളിയിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഇപ്പൊ എങ്ങോട്ട് ഓടി പോകണമെന്ന് അറിയത്തില്ല. കുറച്ച് കഴിയുമ്പോ തന്നെ ആ ഒരു സൈക്കോ കില്ലർ ഉണ്ടല്ലോ അയാളും വെളിയിലേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കും മൈക്കിളിനെ കാണുന്നില്ല. കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മൈക്കിള് ആ ഒരു റൂഫിന്റെ മുകളിൽ കയറി നിൽക്കാണ്. സൈക്കോ അവിടെ ഉണ്ടെന്നുള്ള കാര്യം അവൻ കാണുന്നുണ്ട്. അത്രയും വലിയ ശരീരമായതുകൊണ്ട് തന്നെ മൈക്കിൾ നല്ലതുപോലെ പേടിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈക്കോ നേരെ അകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കും മൈക്കിളായാലും മറ്റൊരു വഴിയെ നേരെ അകത്തേക്ക് വന്ന് ജെനിയും കോർട്ടനുള്ള ആ ഒരു മുറി ഉണ്ടല്ലോ അതിന് വെളിയിലേക്ക് വന്ന് ഹേയ് ഇത് മൈക്കിളാണ് തുറക്കാൻ പറയുമ്പോൾ അവർ പെട്ടെന്ന് തുറക്കുന്നുണ്ട്. അകത്തേക്ക് വന്ന മൈക്കിളാണെങ്കിലും പേടിച്ച് ആ ഒരു കഥകിനടുത്തേക്ക് വെയിറ്റുള്ള കാര്യങ്ങൾ നീക്കി വെച്ച് ഇവരെ രണ്ടുപേരെയും വിളിച്ച് അതിനടുത്തേക്ക് വന്ന് ഇരിക്കുകയാണ്. അപ്പൊ ഇവർ ചോദിക്കുന്നുണ്ട് എന്തുപറ്റി എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ആകെ ഇരുന്ന് വിറയ്ക്കുന്നു. എന്നിട്ട് അവൻ പറയും ഈ കഥക് അധിക നേരം പിടിച്ചു നിൽക്കുമെന്ന് തോന്നുന്നില്ല, അതിന് മുന്നേ തന്നെ അവൻ നമ്മളെ വന്ന് കൊല്ലും, അതുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയേ പറ്റൂ എന്നെല്ലാം പറയുമ്പോൾ ഇവരാണെങ്കിലും നീ എന്തിനെ പറ്റിയാ പറയുന്നത് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഡോറിൽ വന്നിട്ട് 2-3 തട്ട ആ ഒരു സൈക്കോ ഇതുകൂടി ആവുന്നത് നമ്മുടെ മൈക്കിൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഇല്ല എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് പോവാന്ന് പറയുമ്പോഴത്തേക്കും ജെനി പറയും അപ്പൊ ഇവന്റെ കാര്യം ഇവന് കാല് വയ്യാതിരിക്കല്ലേ, അവന്റെ കാര്യം ഒന്നും നോക്കണ്ട നമുക്ക് പോവാന്നും പറഞ്ഞിട്ട് മൈക്കിൾ ഇപ്പോൾ ഒരു സ്വാർത്ഥനാവുകയാണ്. അപ്പൊ ഇത് കണ്ട് നമ്മുടെ ജെനിക്കാണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ മൈക്കിൾ പറയും ശരി നിങ്ങൾ എവിടെ നിന്നോ ഞാൻ എന്തായാലും രക്ഷപ്പെട്ട് പോവാണ്, അല്ലാന്നുണ്ടെങ്കിൽ താഴെ പോയി ആരെങ്കിലും സഹായത്തിന് വിളിച്ചിട്ട് ഞാൻ തിരിച്ചു വരാമെന്നും പറഞ്ഞ് മൈക്കിൾ ഇപ്പൊ ആ ഒരു റൂമിന്റെ ജനാലുണ്ടല്ലോ അതും തുറന്ന് ഇവരിപ്പോഴും പറയുന്നുണ്ട് പോരുത് പ്ലീസ് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കേൾക്കാതെ ആ ഒരു ജനാലയം തുറന്ന് പെട്ടെന്ന് വെളിയിലേക്ക് ചാടിയിട്ട് കുറച്ച് ദൂരെയായിട്ട് വേറൊരു ഷെഡ് ഉണ്ട് അതിനകത്തേക്ക് പോവാണ്. കാരണം ആ ഒരു ഷെഡിനുള്ളിൽ ഈ ഒരു സ്കീയിങ്ങിനായിട്ടുള്ള കാര്യങ്ങള് ബോർഡ് ഇതെല്ലാം ഉണ്ട്. അങ്ങനെ ഇവനായാലും നേരെ അവിടേക്ക് ഓടി പോകുന്നതും ഇപ്പൊ ആ ഒരു ഡോറിനടുത്തുള്ള ഇടി കുറഞ്ഞു. അപ്പൊ ഇവര് രണ്ടുപേരും ആ ഒരു ജനാല അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ മൈക്കിൾ ഓടി ആ ഒരു ഷെഡിനടുത്തേക്ക് വന്നിട്ട് അതിന്റെ ഡോർ വലിച്ച് തുറക്കാണ്ട് വരുമ്പോഴത്തേക്കും ആ ഒരു ഡോറിനടുത്ത് ഒരു കരടി കെണി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവന്റെ കാല് കയറി പിടിക്കുന്നതും വേദന കാരണം അവൻ താഴെ കിടന്ന് അലറി വിളിക്കാണ്. എന്നിട്ട് ഒരു വിധത്തില് ആ ഒരു കരടി കെണി കൈ കൊണ്ട് വലിച്ച് ഇളക്കി അവൻ ഉള്ളിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നു. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവരും കാണുന്നുണ്ട്. അങ്ങനെ ഇവനായാലും ആ ഒരു കെണി എടുത്ത് കളഞ്ഞിട്ട് ഡോറും തുറന്ന് നേരെ ഉള്ളിലേക്ക് കയറി പോകും. അങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കാണ് ഇപ്പൊ ആ ഒരു സൈക്കോ അകത്തേക്ക് കയറി വരുന്നു. അപ്പൊ ഈ ഒരു ശബ്ദം കേട്ട നമ്മുടെ മൈക്കിളായാലും അതിനകത്ത് കയറി ഈ എല്ലാ സാധനങ്ങളുണ്ടല്ലോ അതിനിടയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അധിക നേരം അവൻ ഒളിച്ചിരിക്കാൻ കഴിയത്തില്ല. അതിനു മുന്നേ തന്നെ ആ ഒരു സൈക്കോ വന്ന് അവനെ പിടിച്ച് നേരെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവന്റെ കഴുത്ത് പിടിച്ചങ്ങനെ ഞെരിക്കുകയാണ്. അപ്പൊ ഇവരതെല്ലാം കാണുന്നുണ്ട്. എന്നിട്ട് അവന്റെ കഴുത്തൊടിച്ച് അവനെ അവിടെ വെച്ചങ്ങ് കൊല്ലുന്നു. എന്നിട്ട് ഇവരുടെ അടുത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഇവരാണെങ്കിലോ അകത്തേക്ക് തന്നെ ഒളിച്ചങ്ങ് നിൽക്കും. അതുകൊണ്ട് ഇവരെ കാണത്തില്ല. അപ്പൊ ഈ ഒരു കാര്യം കണ്ട ആ ഒരു സൈക്കോ എത്രത്തോളം ക്രൂരനാണെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് രണ്ടുപേരും ആ ഒരു റൂമും തുറന്ന് നേരെ കിച്ചന്റെ ഭാഗത്ത് ഈ ഒരു സ്റ്റോർ റൂമുണ്ട് അതിനകത്ത് നമ്മുടെ കോർട്ടിനെ കൊണ്ടിരുത്തിയിട്ട് നീ എന്തായാലും ഇവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് തിരിച്ചു വരാം, നമുക്ക് സഹായത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം കിട്ടോ ഇല്ലയോ ഞാൻ നോക്കാം, അതുകൊണ്ട് ഞാൻ എന്തായാലും തിരിച്ചു വരുമെന്ന് അവന് ഉറപ്പും കൊടുത്തിട്ട് അവനെ ആ ഒരു റൂമിനകത്ത് ഇരുത്തി. അത് കഴിഞ്ഞ് നമ്മുടെ ജെനി ഇപ്പോൾ നേരെ വെളിയിലേക്ക് ആ ഒരു ഷെഡ് ഉണ്ടല്ലോ അതിനകത്തേക്ക് ഓടി കയറാണ്. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് നേരത്തെ മൈക്കിളിനെ കൊന്നതും. അങ്ങനെ അതിനകത്തേക്ക് കയറിയിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു സ്കെയും ബോർഡ് അതേപോലെ തന്നെ വേറൊരു വലിയ കാര്യമുണ്ട്, ഒരു സ്ലൈഡ് ചെയ്യുന്ന. അതിനകത്താണെങ്കിൽ നമ്മുടെ മോർട്ടനെയും ഇരുത്തിക്കൊണ്ട് പോകാൻ കഴിയും. അപ്പൊ അത് രണ്ടും വലിച്ച് പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവളെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ അവൾ ക്ഷീണിച്ച് കിടക്കുമ്പോഴത്തേക്കാണ് അവൾ മറ്റൊരു കാര്യം കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ഷോട്ട് ഗൺ ഉണ്ട്. അങ്ങനെ ആ ഒരു തോക്കെടുത്ത് ഇവള് അതിൽ ബുള്ളറ്റ് ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും ബുള്ളറ്റ് ഇല്ല. അതുപോലെ അവൾ ഇതിനകത്തേക്ക് ഈ ഒരു ഹോട്ടലിലേക്ക് ആദ്യം വരുന്ന സമയത്ത് ഈ റൂമിനകത്ത് വെച്ചൊരു ബുള്ളറ്റ് അവൾക്ക് കിട്ടിയിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം മനസ്സിലാക്കി അവൾ നേരെ ഹോട്ടൽ മുറിക്കകത്തേക്ക് ഈ ഒരു തോക്കും കൊണ്ട് ധൈര്യത്തോടെ തന്നെ കയറി വന്ന് ആ ഒരു ബുള്ളറ്റിൽ ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ നേരെ മോർട്ടന്റെ അടുത്തേക്ക് വരും.
എന്നിട്ട് അവനെയും പിടിച്ച് ഈ ഒരു തോക്കുള്ള ധൈര്യത്തിൽ ഇവർ രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങിയവരാണ്. കാരണം ഒറ്റ ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ, ഇതുകൊണ്ട് അവനെ കൊല്ലാം എന്നുള്ള രീതിയിൽ. അങ്ങനെ അത് കഴിഞ്ഞ് ആ ഒരു കില്ലർ വരാൻ സാധ്യതയുള്ള സ്ഥലമുണ്ടല്ലോ, ആ ഒരു ജനറേറ്റർ റൂം, അതിനടുത്തേക്ക് വന്നിട്ട് അവിടെയുള്ള പവർ അങ്ങ് ഓഫ് ചെയ്യും. എന്നിട്ട് അവളുടെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ട്, അതും വെച്ച് ഈ ഒരു കില്ലർ വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ ആ ഒരു മുറിക്കകത്ത് വന്നിട്ട് അവിടെയെല്ലാം നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരാൾ അവളുടെ കാലി കാര്യം പിടിക്കുന്നു. അവൾ പേടിച്ച് നോക്കുമ്പോഴത്തേക്കും അത് എറിക്കായിരുന്നു. കാരണം അവൻ മരിച്ചിട്ടില്ല, അവൻ തലക്കടിച്ചതുകൊണ്ട് ബോധമില്ലാതെ കിടക്കാണ്. അപ്പൊ അവനായാലും ഹേയ് രക്ഷപ്പെടുത്തു എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ജെനി പറയും, ഇല്ല നീ വെയിറ്റ് ചെയ്യ്, ആ ഒരു കില്ലറിനെ കൊന്നിട്ട് നിന്നെ എന്തായാലും രക്ഷപ്പെടുത്താം, അതുവരെ നീ അനങ്ങാതെ തന്നെ കിടക്കണം പ്ലീസ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ആ ഒരു സൈക്കോ അവിടേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ എറിക്ക് അവിടെ അനങ്ങാതെ ഇങ്ങനെ കിടക്കുന്നതും നമ്മുടെ ജെനി ആയാലും പെട്ടെന്ന് അവിടെ ഒളിച്ചിരിക്കുകയാണ് ആ ഒരു തോക്കും കൊണ്ട്. മറ്റൊരിടത്താണെങ്കിൽ മോർട്ടനും. അങ്ങനെ ഇവർ ഒളിച്ചിരിക്കുമ്പോൾ ആ ഒരു സൈക്കോ ഇതിനകത്തേക്ക് ഒരു വലിയ ടോർച്ച് കൊണ്ട് വന്നിട്ട് അവിടെ ഇങ്ങനെ നോക്കാണ്. പക്ഷെ ഇവരാരെയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു റൂം വിട്ട് വെളിയിലേക്ക് പോകാനായിട്ട് നടന്നു ചെല്ലുന്നതും പെട്ടെന്ന് നമ്മുടെ ജെനി ആ ഒരു തോക്ക് വെച്ച് എവിടെ തട്ടി കൊടുക്കും. ആ ഒരു ശബ്ദം കേട്ട് ഈ ഒരു സൈക്കോ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതല്ലാതെ ഇനി മറ്റൊരു അവസരം ഇല്ലാന്ന് പറഞ്ഞ് അവൾ ആ ഒരു തോക്കും എടുത്ത് സൈക്കോടെ നേർക്കിനെ ചൂണ്ടിയിട്ട് ആണെങ്കിൽ കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്യും, അതുകൊണ്ട് നീ എന്റെ അടുത്തേക്ക് വാ, ധൈര്യം ഉണ്ടെങ്കിൽ വരാൻ പറയുമ്പോൾ ഇത്രയും ബുദ്ധിമാനായിട്ടുള്ള ഒരു സൈക്കോയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവത്തില്ല. അവൻ ആ ഒരു ടോർച്ച് ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യുന്നതും അടിപൊളി, അവൻ ഇപ്പോൾ കാണാൻ പോലും കഴിയുന്നില്ല. പക്ഷെ അതിനു മുന്നേ തന്നെ നമ്മുടെ ജെനി ആ സൈക്കോ നിൽക്കുന്ന റൂം ഉണ്ടല്ലോ, അത് വെളിയിൽ നിന്ന് അടച്ച് ആ ഒരു തോക്കെടുത്ത് അതിനിടയിലേക്ക് അങ്ങ് വെക്കും. അപ്പോൾ സൈക്കോയ്ക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയത്തില്ല. അപ്പോഴേക്കാണ് മോർട്ടൻ പറയുന്നത്, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പോവാം, എത്രയും പെട്ടെന്ന് പോവാന്ന് പറയുമ്പോൾ ജെനി പറയും, ഇല്ല എനിക്ക് വരാൻ കഴിയത്തില്ല. അതെന്താ? കാരണം എറിക്കകത്ത് കിടക്കാണ്, അവന് രക്ഷപ്പെടുത്തണ്ടേ. അപ്പോൾ മോർട്ടൻ പറയും, പ്ലീസ് നമുക്ക് പോവാന്ന് പറയുമ്പോൾ ഇല്ല അവനില്ലാതെ ഞാൻ വരത്തില്ല എന്ന് പറയുന്നതും എറിക്ക് പറയും, ശരി അങ്ങനെയാണെങ്കിൽ നീ ആ ഒരു തോക്കെടുക്ക്, നമുക്ക് എന്തായാലും ആ ഒരു സൈക്കോയെ കൊന്നിട്ട് എറിക്കിനെ രക്ഷപ്പെടുത്തി പോവാന്ന് പറയുമ്പോൾ ജെനി ആയാലും ആ ഒരു ഡോറിനടുത്തേക്ക് പതിയെ നടന്നു ചെന്ന് ആ ഒരു തോക്ക് പതിയെ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഡോർ തുറന്നിട്ട് ആദ്യം തന്നെ നമ്മുടെ എറിക്ക് വെളിയിലേക്ക് വരുന്നു. അതുമല്ല ഇവരുടെ തോക്കിലുള്ള ആ ഒരു ബുള്ളറ്റ് ഉണ്ടല്ലോ, അത് ഇവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ബുള്ളറ്റ് മിസ്സായി പോയി. സൈക്കോ ആണെങ്കിൽ എറിക്കിനെയും കൊണ്ട് മുന്നിലേക്ക് വന്നിട്ട് ഇവരുടെ മുന്നിൽ വെച്ചതിനെ എറിക്കിന്റെ നെഞ്ചിലേക്ക് ആ ഒരു വാൾ അങ്ങനെ കുത്തി കയറ്റി നമ്മുടെ എറിക്കിനെ അവരുടെ മുന്നിൽ വെച്ച് തന്നെ കൊല്ലും. എന്നിട്ട് ഈ സൈക്കോ മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ജെനിക്ക് അവിടെ നിന്ന് പോകാനായിട്ട് തോന്നുന്നില്ല. കാരണം അവളുടെ ബോയ് ഫ്രണ്ട് മുന്നിൽ മരിച്ചു കിടക്കാണല്ലോ. അപ്പോൾ നമ്മുടെ മോർട്ടൻ ആയാലും അവളെ വിളിച്ചിട്ട് ആ ഒരു തോക്ക് കയ്യിൽ നിന്ന് വാങ്ങി, ജെനി ഇപ്പൊ ഇവിടെ നിന്ന് പോയിക്കോ, നീ ഇവിടെ നിന്ന് പോകുന്നു പറഞ്ഞിട്ട് അവളെ മാത്രം അവിടെ നിന്ന് പറഞ്ഞു വിടും. അപ്പൊ അവളായാലും മനസ്സോടെ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ ഓടാണ്. അങ്ങനെ നമ്മുടെ മോർട്ടൻ ഈ ഒരു സൈക്കോയുടെ മുന്നിൽ തോക്കും കൊണ്ട് വന്നിട്ട് ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യും, അടുത്തേക്ക് വരരുതെന്നും പറഞ്ഞ് അവനെ തടഞ്ഞു വെക്കുമ്പോൾ സൈക്കോ വിചാരിക്കുന്നത് അതിൽ 2 ബുള്ളറ്റ് ഉണ്ടെന്നാണ്. പക്ഷെ ഇവർക്കല്ലേ അറിയത്തുള്ളൂ ബുള്ളറ്റ് ഇല്ലാന്ന്. അങ്ങനെ നമ്മുടെ മോർട്ടന്റെ അടുത്തേക്ക് സൈക്കോ വരുന്നതും അവന് വേറെ വഴിയില്ലാതെ ആ ഒരു തോക്കെടുത്ത് സൈക്കോയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കും. സൈക്കോ അത് തട്ടിക്കളഞ്ഞ് മോർട്ടൻ താഴെ വീഴുന്നതും ആ ഒരു വലിയ കോടാലി ഉണ്ടല്ലോ അത് വെച്ചിട്ട് മോർട്ടന്റെ തലയിലേക്ക് ഒരു ഒറ്റ വിട്ട് അവനെ അവിടെ വെച്ച് കൊന്നു. ഇവിടെ നമ്മുടെ ജെനി ആണെങ്കിൽ വെളിയിലേക്ക് ഓടി വന്നിട്ട് ആ ഒരു ഷെഡിനകത്ത് കയറി ആ സ്കീ ചെയ്യുന്ന ബോർഡ് ഉണ്ടല്ലോ അത് 2 എടുത്ത് അതും വെച്ച് ഈ ഒരു നല്ല മഞ്ഞ് നല്ല ഇരുട്ട് അവളുടെ കയ്യിലാണെങ്കിൽ ഒരു ടോർച്ച് ഉണ്ട്, അതും കൊണ്ട് അവൾ വെളിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അതിനു മുന്നേ തന്നെ ആ ഒരു സൈക്കോ അവളുടെ പുറകിലൂടെ വന്ന് അവളുടെ തലയിലേക്ക് ഒരു ഒറ്റയടി അവളും ബോധമില്ലാതെ താഴെ വീഴുന്നതും. ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ ജെന്നി കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു സൈക്കോ അവളെ എവിടേക്കോ വലിച്ചെടുത്തോണ്ട് പോകുന്നു. എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും ആ സൈക്കോ കൊന്ന എല്ലാവരും ഇവർ 5 പേരുണ്ടല്ലോ അവരെ 5 പേരെയും എവിടേക്കോ വലിച്ചെടുത്തോണ്ട് പോവാണ്. അങ്ങനെ അവളായാലും ബോധമുണ്ട്. പക്ഷെ ആ ഒരു സൈക്കോ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഇവൾ അനങ്ങാതെ ഇങ്ങനെ കിടക്കും. അങ്ങനെ ആ ഒരു സൈക്കോ ആയാലും ഇവരെ എല്ലാവരെയും വലിച്ചെടുത്ത് ഈ ഒരു മഞ്ഞ് മലയുടെ മുകളിലായിട്ട് തന്നെ വിള്ളൽ വീണ വലിയൊരു ഭാഗമുണ്ട് അവിടേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഓരോരുത്തരെയായിട്ട് വലിച്ചെടുത്ത് ആ ഒരു കുഴിയിലേക്ക് കൊണ്ടിടാണ്. ആദ്യം മൈക്കിള് ഇഗൂന എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണുണ്ടല്ലോ അവര് രണ്ടുപേരുടെ ശരീരം താഴെ കൊണ്ടിട്ട് അത് കഴിഞ്ഞ് എറിക്കിന്റെ ശരീരം വലിച്ചെടുത്തോണ്ട് പോവാണ്. അപ്പോഴേക്കാണ് നമ്മുടെ മോർട്ടന്റെ പോക്കറ്റില് ഒരു കത്തി ഇരിക്കുന്നത് അവൾ കാണുന്നത്. പെട്ടെന്ന് ആ ഒരു സൈക്കോ നോക്കുന്നതിന് മുന്നേ തന്നെ അവൾ ആ ഒരു കത്തി എടുത്ത് ആ ഒരു കത്തി ഇങ്ങനെ പുറത്തേക്കാക്കും. അപ്പൊ ആ ഒരു ശബ്ദം കേട്ട് സൈക്കോ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ അനങ്ങാതെ കിടക്കും. എന്നിട്ട് വീണ്ടും ഈ ഒരു കത്തി എടുത്ത് വെളിയിലേക്കാക്കി അതും വെച്ച് ഇങ്ങനെ കിടക്കാണ്. അപ്പൊ ആ ഒരു സൈക്കോ ആണെങ്കിൽ അടുത്തതായിട്ട് വന്ന് നമ്മുടെ മോർട്ടനെ അവളുടെ ദേഹത്ത് നിന്ന് വലിച്ചെടുത്ത് ആ ഒരു കുഴിയിലേക്ക് കൊണ്ട് ഒരു ഒറ്റ ഏറ് അത് കഴിഞ്ഞ് നമ്മുടെ ജെനിയുടെ അടുത്തേക്ക് നടന്നു വന്ന് അവളുടെ കാലിൽ പിടിക്കുന്നതും അങ്ങനെ എഴുന്നേറ്റ് ആ ഒരു സൈക്കോയുടെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത്. എന്നിട്ട് അവിടെയുള്ള ആ ഒരു ആക്സ് ഉണ്ടല്ലോ അതെടുക്കാൻ വേണ്ടി അവളിങ്ങനെ ഓടി വരും. താഴേക്ക് വീഴുമ്പോഴത്തേക്കും ആ ഒരു സൈക്കോ വന്ന് അവളുടെ കാലിൽ പിടിച്ച് വലിച്ച് അവളെ പുറകിലേക്ക് എടുക്കുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ തന്നെ അവൾ ആ ഒരു ആക്സ് എടുത്ത് അവനെ വെട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അത് വെച്ച് പിടിച്ചിട്ട് അവളെ തള്ളി ആ ഒരു കുഴിയുടെ അടുത്തേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് അവളെ വെട്ടാനായിട്ട് വരുമ്പോൾ അവൾ ഒഴിഞ്ഞു മാറി അത് കഴിഞ്ഞ് ആ ഒരു സൈക്കോട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവസാനം നമ്മുടെ ഹീറോയിനെ അവൻ താഴേക്ക് തള്ളിയിടും എന്നുള്ളൊരു അവസ്ഥയാകുമ്പോൾ അവന്റെ മുഖത്തുള്ള ആ ഒരു കണ്ണാടിയുണ്ട് അത് പിടിച്ചിങ്ങനെ മാറ്റുന്നതും ഇവൻ ഈ ഒരു വെളിച്ചം പെട്ടെന്ന് കണ്ണിലടിക്കുമ്പോഴത്തേക്ക് എന്തോ പോലെ കാണാൻ കഴിയുന്നില്ല. അതുപോലെ അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് അവന്റെ മുഖത്ത് ഇതുപോലെ ഒരു ബെർത്ത് മാർക്കുണ്ട്.
അപ്പൊ ഇതുള്ളതാർക്കാണ്? ആ ഒരു ചെറിയ പയ്യന്. സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചല്ലോ, അപ്പൊ ആ ഒരു ചെറിയ പയ്യൻ തന്നെയാണ് ഈ ഒരു സൈക്കോ എന്നുള്ള കാര്യം നമ്മുടെ ജെനിക്ക് മനസ്സിലായി. അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ അവൾ ആ ഒരു ആക്സ് എടുത്ത് അവന്റെ കാലിലേക്ക് ഒരു ഒറ്റ കൊത്ത്. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്ന് ആ ഒരു ആക്സ് വെച്ച് അവനെ വെട്ടാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവൻ ഇങ്ങനെ പതിയെ പതിയെ പുറകിലേക്ക് പോവാണ്. അവസാനം ആ ഒരു ആക്സ് കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ഒരു ഒറ്റ വിട്ട് എന്നിട്ട് അവനെ ചവിട്ടി അങ്ങ് താഴേക്ക് ഇടുന്നതും. ഇപ്പൊ ആ ഒരു സൈക്കോ താഴേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതാണോ ഇവൻ പറഞ്ഞ ട്വിസ്റ്റ്? അത് ഞങ്ങൾക്ക് മനസ്സിലായി, ആ ഒരു ചെറിയ പയ്യൻ തന്നെയാണ് ഈ ഒരു സൈക്കോ എന്ന്. പക്ഷെ ട്വിസ്റ്റ് അതല്ല. ഇവൻ താഴേക്ക് വീഴുമ്പോഴത്തേക്കാണ് സ്റ്റാർട്ടിങ് സീനിൽ ഈ ഒരു പയ്യനെ ഈ മഞ്ഞിനുള്ളിൽ ആരോ മൂടിയിടുന്നുണ്ടല്ലോ കാണിക്കുമ്പോഴത്തേക്കും അത് വേറെ ആരുമല്ല, അവന്റെ സ്വന്തം അച്ഛൻ. അയാളാണ് കാലുകൊണ്ട് ആ ഒരു മഞ്ഞ് മൂടിയിരുന്നത്. കൂടെ മറ്റൊരാളും കൂടിയുണ്ട്. അതാരാണെന്നറിയോ? ആ ഒരു പയ്യന്റെ സ്വന്തം അമ്മ. അപ്പൊ അവന്റെ സ്വന്തം അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പയ്യനെ കൊല്ലാൻ വേണ്ടി ആ ഒരു മഞ്ഞിനുള്ളിൽ അവന് മൂടിയിടുന്നത്. അതിനുശേഷമാണ് ഇവൻ ഒരു സൈക്കോ ആയിട്ട് മാറുന്നത്. കാരണം സ്വന്തം അച്ഛനും അമ്മയും തന്നെ അവനെ കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ മാനസികമായിട്ടും അവൻ മാറിയിട്ട് അവിടെ വരുന്ന ഓരോ കുടുംബത്തെയും കൊല്ലാൻ തുടങ്ങി. ഇനി അവന്റെ അച്ഛനും അമ്മയും ഇതുപോലെ എന്തെങ്കിലും സൈക്കോ ആണെന്ന് നമുക്ക് അറിയത്തില്ല. അതിനുള്ള കാരണം എന്താണെന്ന് ഈ ഒരു മൂവിയിൽ പറയുന്നില്ല. അതോടെ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.